ഏകശിലയിൽ കൊത്തിയെടുത്തതല്ല ഇന്ത്യ എന്ന ദേശരാഷ്ട്രം. വൈവിധ്യങ്ങളുടെ സൗന്ദര്യമാണത്. പ്രാദേശിക ദേശീയതകൾ ചേർത്ത് കൊരുത്ത പൂമാല പോലൊരു രാജ്യമാണ് നമ്മുടേത്. ഈ രാജ്യത്തിൻ്റെ ആത്മാവാണ് ഫെഡറലിസം, ഇന്ത്യൻ ഭരണഘടനയുടെ ജീവവായു. ഫെഡറലിസം നേരിടുന്ന വെല്ലുവിളികൾ ചർച്ചയാകുന്ന കാലത്ത് രാജ്യത്തിൻ്റെ തെക്കേ അറ്റത്ത് ഫെഡറൽ തത്വങ്ങൾക്കായുള്ള പോരാട്ടത്തിൻ്റെ കുന്തമുനയാവുകയാണ് തമിഴ്നാട്. മുഖ്യമന്ത്രി മുത്തുവേൽ കരുണാനിധി സ്റ്റാലിൻ. ഗവർണർ രാജിനെതിരായ സുപ്രീം കോടതിയുടെ ചരിത്രവിധിക്ക് ശേഷം കേന്ദ്ര സർക്കാരിനെതിരെ പുതിയൊരു പോർമുഖം തുറക്കുകയാണ് സ്റ്റാലിൻ്റെ തമിഴ്നാട്. ഭരണഘടനാപരമായ ഫെഡറൽ അവകാശങ്ങൾ ഉറപ്പാക്കുന്നത് സംബന്ധിച്ച് പഠിക്കാൻ തമിഴ്നാട് സർക്കാർ ഒരു സമിതിയെ നിയോഗിച്ചിരിക്കുന്നു. ആദ്യം കാണാം RDX റാപ്പ് 59 സെക്കൻഡിൽ. ജനാധിപത്യത്തിനുമീതെ കരിമേഘങ്ങൾ ഉരുണ്ടുകൂടുന്ന കാലമാണിത്. രാജ്യത്തെ വെളിച്ചത്തിലേക്ക് കൈപിടിച്ച് നയിക്കാൻ എക്കാലവും തമിഴ്നാട് മുന്നിലുണ്ടായിരുന്നു. ഇത്തവണയും കാലഘട്ടത്തിന്റെ ആ ദൗത്യം തമിഴ്നാട് ഏറ്റെടുക്കുന്നു. ഈ വാക്കുകളോടെയാണ് സംസ്ഥാനത്തിന് കൂടുതൽ ഫെഡറൽ അവകാശങ്ങൾ വേണമെന്നാവശ്യപ്പെടുന്ന സുപ്രധാന പ്രഖ്യാപനം തമിഴ്നാട് മുഖ്യമന്ത്രി MK സ്റ്റാലിൻ നടത്തിയത്. സംസ്ഥാനങ്ങളുടെ ഫെഡറൽ അവകാശങ്ങൾ പുനഃസ്ഥാപിക്കുന്നത് സംബന്ധിച്ച് പഠിച്ച് റിപ്പോർട്ട് നൽകാൻ ജസ്റ്റിസ് കുര്യൻ ജോസഫ് അധ്യക്ഷനായ സമിതിയെ നിയോഗിക്കും. സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ അവകാശങ്ങൾ നൽകാൻ ഭരണഘടനാ ഭേദഗതി വേണമെങ്കിൽ അതും സമിതി നിർദ്ദേശിക്കും. അടുത്ത ജനുവരിയിൽ സമിതി ഇടക്കാല റിപ്പോർട്ട് നൽകും. 2 വർഷത്തിനകം വിശദ റിപ്പോർട്ട് സമർപ്പിക്കാനും സമിതിയോട് സർക്കാർ നിർദ്ദേശിച്ചു. പൊതുവിദ്യാഭ്യാസം, പ്രവേശന പരീക്ഷകൾ, ഭാഷാനയം തുടങ്ങിയ വിഷയങ്ങളിൽ കേന്ദ്രം സംസ്ഥാന അവകാശങ്ങൾ കവരുന്നതിനെതിരെയാണ് തമിഴ്നാടിന്റെ നീക്കം. നിയമസഭ പാസാക്കിയ ബില്ലുകൾ തടഞ്ഞുവെച്ച ഗവർണർ RN രവിക്കെതിരെ നീണ്ട നിയമയുദ്ധം നടത്തി ചരിത്രവിധി സമ്പാദിച്ചതിന് തൊട്ടു പിന്നാലെയാണ് തമിഴ്നാടിന്റെ അടുത്ത നീക്കം. RDX റാപ്പ് ന്യൂസ് മലയാളം. നമുക്ക് വളരെ പെട്ടെന്ന് മറ്റു കാര്യങ്ങൾ കൂടെ പരിശോധിക്കാം. സമീപകാലത്ത് ഇന്ത്യ കണ്ട ഏറ്റവും ശക്തമായിട്ടുള്ള പ്രതിപക്ഷ സ്വരമാണ് MK സ്റ്റാലിൻ. ഫെഡറലിസം സംരക്ഷിക്കാനുള്ള പോരാട്ടത്തിൽ സന്ധിയില്ല എന്നാണ് അദ്ദേഹം പ്രഖ്യാപിച്ചിരിക്കുന്ന. അധികാരം കേന്ദ്ര സർക്കാരിലേക്ക് മാത്രം കേന്ദ്രീകരിക്കുന്നതിനെതിരെ സമരം തുടരുകയാണ് സ്റ്റാലിൻ. സംസ്ഥാനത്തിന് കൂടുതൽ ഫെഡറൽ അധികാരങ്ങൾ വേണം എന്നാണ് അദ്ദേഹത്തിൻ്റെ നിരന്തരമായിട്ടുള്ള ആവശ്യം. ഭാഷ, വിദ്യാഭ്യാസം അടക്കം മേഖലകളിൽ സ്വയം നിർണ്ണയാവകാശം വേണം എന്നാണ് അദ്ദേഹം ആവർത്തിച്ചുകൊണ്ടേയിരുന്നത്. ഫെഡറലിസം സംരക്ഷിക്കുന്നത് പഠിക്കാൻ ഉന്നതതല സമിതിയെ നിയോഗിച്ചു എന്നതാണ് ഏറ്റവും ഒടുവിലത്തെ അതിനകത്തെ വിശേഷം. സ്റ്റാലിൻ്റെ ഇന്നത്തെ സമിതി പ്രഖ്യാപനം ചരിത്രത്തിൻ്റെ ആവർത്തനമാണ്. തമിഴ്നാടിൻ്റെ ചരിത്രത്തിൻ്റെ 1969 കരുണാനിധി സർക്കാർ നിയോഗിച്ചത് ജസ്റ്റിസ് രാജമണ്ണാർ സമിതിയെ ആയിരുന്നു. കേന്ദ്ര സംസ്ഥാന ബന്ധത്തെപ്പറ്റി പഠിച്ചു, ഭരണഘടനാ ഭേദഗതികൾ അടക്കം നിർദ്ദേശിച്ചു. ആ സമിതി കരുണാനിധിയുടെ കാലത്ത് ഫെഡറൽ തത്വങ്ങൾ സംരക്ഷിക്കാൻ സ്റ്റാലിൻ സർക്കാരിൻ്റേത് സമാനതകളില്ലാത്ത സമരം ആണ് ദ്രാവിഡ മോഡൽ പ്രതിരോധത്തെ വിദഗ്ധതയുള്ളതാക്കി മാറ്റുന്നത്. ഗവർണർ രാജിനെതിരെ മാസങ്ങൾ നീണ്ടുന്ന നിയമ രാഷ്ട്രീയ പോരാട്ടം അദ്ദേഹം തമിഴ്നാട് നടത്തി. RN രവിയുടെ നീക്കങ്ങളെ സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്ത് ചരിത്രവിധി നേടിയെടുക്കാൻ തമിഴ്നാട് സർക്കാരിന് സാധിച്ചു. രാഷ്ട്രപതിയോ ഗവർണറോ ഒപ്പിടാതെ 10 ബില്ലുകൾ ഒറ്റയടിക്ക് നിയമമാക്കി എന്നതും ചരിത്രമാണ് തമിഴ്നാടിൻ്റേത്. ഫെഡറൽ തത്വങ്ങൾ സംരക്ഷിക്കാൻ സ്റ്റാലിൻ സർക്കാരിൻ്റേത് സമാനതകളില്ലാത്ത സമരമാണ് എന്ന് നമുക്കറിയാം. ഗവർണർ രാജിനെതിരെ മാസങ്ങൾ നീണ്ടുന്ന നിയമ രാഷ്ട്രീയ പോരാട്ടമാണ് ദ്രാവിഡ മോഡൽ പ്രതിരോധമായി നമ്മൾ കണ്ടത്. RN രവിയുടെ നീക്കങ്ങളെ സുപ്രീം കോടതിയിൽ ചോദ്യം ചെയ്ത് ചരിത്രവിധി അദ്ദേഹം വാങ്ങി. അത് നമ്മൾ കണ്ടതാണ്, പരിശോധിച്ചാണ്. നമുക്ക് പെട്ടെന്ന് ഹർഷൻ വിശദാംശങ്ങളിലേക്ക് പോകാം. എങ്ങനെ കാണണം? തമിഴ്നാട് വളരെ സജീവമായിട്ട് ഒന്ന് തീർന്നെന്ന് കഴിയുമ്പോൾ അടുത്തതിലേക്ക് കടക്കുകയാണ്. അല്ല, സാധാരണ എല്ലാ കാലത്തും ഇത് യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് ആണെന്ന് യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ നിരന്തരം ഓർമ്മിപ്പിക്കുന്ന ഒരു ചുമതല അത് തമിഴ്നാടിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ ചൂണ്ടിക്കാണിച്ച ഈ രാജമന്നാർ കമ്മിറ്റി വരുന്നു, MM പൂജി കമ്മീഷൻ, ഇങ്ങനെ ഓരോ ഘട്ടത്തിലും എപ്പോൾ ഇടപെടണമോ അപ്പോഴൊക്കെ ഇടപെടാനുള്ള ഒരു ശേഷി അത് തമിഴ്നാട് കാണിച്ചിട്ടുണ്ട്. ഫെഡറൽ തത്വങ്ങളുടെ ലംഘനം എപ്പോൾ നടക്കുന്നോ, അല്ലെങ്കിൽ സംസ്ഥാനങ്ങളുടെ അധികാരം കവരാനുള്ള ഇടപെടൽ എപ്പോൾ കേന്ദ്രത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നോ, അല്ലെങ്കിൽ ഗവർണർമാരുടെ ഇടപെടൽ അതിര് കടക്കുന്നു എന്നൊക്കെ നോക്കി ആ സമയത്ത് കൃത്യമായി ഇടപെടാനും അതിനെ തിരുത്താനും വേണ്ട ശ്രമം നടത്താൻ തമിഴ്നാട് തയ്യാറായിട്ടുണ്ട്. അതുതന്നെയാണ് MK സ്റ്റാലിനും ഇപ്പോൾ തയ്യാറായിരിക്കുന്നത്. ഇവിടെ ഒരു പുതിയ സാഹചര്യം എന്ന് പറയുന്നത് ഒരു വിജയത്തിൻ്റെ പശ്ചാത്തലം കൂടിയുണ്ട്. ആ പോരാട്ടത്തിൽ ഒരു നിർണായകമായ സുപ്രീം കോടതി വിധി തമിഴ്നാട് സർക്കാരിന് അനുകൂലമായി വന്നിരിക്കുന്നു. തമിഴ്നാട് സർക്കാരിനെ മാത്രമല്ല, രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലെയും ബാധിക്കുന്ന ഒരു വിധിയാണ് ആ വിധി. അത് യൂണിയൻ ഗവൺമെൻറ്റിൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഗവർണർമാർ പ്രവർത്തിച്ചാൽ അതിനെ തടയുന്ന വിധി കൂടിയാണ്. അതിൽ രാഷ്ട്രപതിയുടെ തീരുമാനം കൂടി വൈകിപ്പിക്കരുത് എന്നുള്ള നിലപാട് സുപ്രീം കോടതി കൈക്കൊണ്ടിരിക്കുന്നു എന്നതുകൊണ്ട് ഇതിന് ഇതുവരെ ഇല്ലാത്ത ഇപ്പോൾ പല കമ്മിറ്റികളും വന്നു. ഇപ്പോൾ ഈ രാജമന്നാർ കമ്മിറ്റിയൊക്കെ വന്നത് കേന്ദ്ര സർക്കാർ പരിഗണിച്ചിട്ട് തന്നെയില്ല, അത് വിട്ടുകളയുകയാണ് ഉണ്ടായത് അന്നത്തെ യൂണിയൻ ഗവൺമെൻറ്. അപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അതല്ല, അത് നേരിട്ടുള്ള ഒരു നിയമ പോരാട്ടത്തിൻ്റെ സാധ്യതയിലേക്ക് കടക്കുന്നു. ഇവിടെ ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ വിദ്യാഭ്യാസം, ആരോഗ്യം, നികുതി തുടങ്ങിയ വിഷയങ്ങളിലെല്ലാം ഈ സംസ്ഥാനങ്ങളുടെ സ്വയംഭരണത്തിനോ അല്ലെങ്കിൽ
സംസ്ഥാനങ്ങളുടെ പൂർണ്ണമായ അധികാരത്തിനു വേണ്ട ഇടപെടൽ നടത്താൻ ഉള്ള സാധ്യത തേടുകയാണ്. അത് ചെറിയ അന്വേഷണമല്ല. ഒരു സുപ്രീം കോടതി മുൻ ജസ്റ്റിസിൻ്റെ അധ്യക്ഷതയിലുള്ള ഒരു സമിതിയെ തന്നെ വെച്ചുകൊണ്ട് അത്തരത്തിൽ ഫെഡറൽ തത്വങ്ങൾ സംരക്ഷിക്കാൻ വേണ്ട ഇടപെടൽ എങ്ങനെ ഒരു സംസ്ഥാനത്തിന് നടത്താമെന്നുള്ള പരിശോധന അത് ചരിത്രപരം തന്നെയാണതും. അതെ, ചരിത്രപരമാണ്. അത് മാത്രമല്ല, രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, കേന്ദ്രത്തിനെതിരെ അതിശക്തമായിട്ട് ഇടപെടുന്നു എന്ന് തന്നെ തോന്നലുണ്ടാക്കുന്നു രാജ്യത്തെമ്പാടും. രണ്ട്, അവരവൻ്റെ ചരിത്രത്തിലേക്ക് തിരിച്ചു പോകുന്നു എന്നാണ്. അതായത് ഈ 50 വർഷങ്ങൾക്ക് മുമ്പ് ഇതേ ദിവസമാണ് രാജമന്നാർ കമ്മിറ്റിയെ നിയോഗിച്ചത് അദ്ദേഹത്തിൻ്റെ പിതാവ് കരുണാനിധി. എന്ന് മാത്രമല്ല, അന്ന് 69-ലെ 71-ലാണ് റെക്കമെൻഡേഷൻസ് കൊടുക്കുന്നത്. ആ റെക്കമെൻഡേഷൻസ് ഒന്നുകൂടെ പരിശോധിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വെറുതെ ഫലമില്ലാതെ പോയില്ല. അന്ന് കരുണാനിധി ഇന്ദിരാഗാന്ധിയെ പലതവണ ഈ സമിതി റെക്കമെൻഡേഷൻസുമായിട്ട് ബന്ധപ്പെട്ട് അവരോട് സംസാരിക്കുന്നുണ്ട് നേരിട്ട്. പക്ഷേ അവർ അതിനോട് വിമുഖത കാണിച്ചെങ്കിലും പക്ഷേ 2 കൊല്ലങ്ങൾക്ക് ശേഷം 1983-ൽ ഇന്ദിരാഗാന്ധി ഇതേ വിഷയങ്ങൾ പരിശോധിക്കാൻ സർക്കാരിയ കമ്മീഷനെ വെച്ചു. എന്ന് വെച്ചാൽ സർക്കാരിയ കമ്മീഷനിലേക്ക് പോലും കാര്യങ്ങൾ എത്തിച്ചത് തമിഴ്നാടിൻ്റെ ഇടപെടൽ കൊണ്ടാണ്. ശുപാർശകൾ എങ്ങനെയാണ് നടപ്പിലായത് എന്നുള്ള പ്രശ്നം അതുണ്ട്. പക്ഷേ ഉന്നയിച്ച പ്രശ്നങ്ങളെ ഗൗരവത്തിലേക്ക് എടുക്കാൻ ഇന്ദിരാഗാന്ധിക്ക് പ്രേരകമായത് കരുണാനിധിയുടെ അന്നത്തെ ഇടപെടലാണ് എന്ന് കൂടെ പറയാം. അപ്പോൾ രണ്ടർത്ഥത്തിലാണ്. ഒന്ന്, വർത്തമാനകാലത്തോട് പൊരുതുക കേന്ദ്രത്തോട്, ഭൂതകാലത്തിൽ നിന്ന് ശക്തി ഏറ്റുവാങ്ങുക. ഒപ്പം തന്നെ കേരളത്തിൻ്റെയും തമിഴ്നാടിൻ്റെയും തെലുങ്കാനയുടെയൊക്കെ പേര്, കർണാടകയുടെയൊക്കെ പേര് ഇന്നിപ്പോൾ അദ്ദേഹം സ്റ്റാലിൻ അവിടെ പറഞ്ഞു. എന്ന് വെച്ചാൽ കൂടെ കോമ്രേഡ്സിനെ കൂടെ നിർത്തുക എന്ന അതിശക്തമായിട്ടുള്ള രാഷ്ട്രീയ പോരാട്ടം. നമ്മൾ കരുതും ഓരോന്ന് കഴിയുമ്പോഴും ഇത് കഴിഞ്ഞു എന്നാണ്. പക്ഷേ അങ്ങനെയല്ല. വളരെ സജീവമായിട്ടും രാഷ്ട്രീയമായിട്ടും മുന്നോട്ട് പോവുകയാണ്. ഒൺട്രിയ അരച്ച് അഥവാ യൂണിയൻ ഗവൺമെൻറ് എന്നാണ് സ്റ്റാലിൻ പ്രസംഗങ്ങളിൽ പറയാറുള്ളത്, സെൻട്രൽ ഗവൺമെൻറ് എന്നല്ല. സാധാരണ സംഭാഷണത്തിൽ പോലും അദ്ദേഹം ആ വലിയ രാഷ്ട്രീയം പറയും. ആ വാക്ക് ശ്രദ്ധിച്ചുപയോഗിക്കും. ഭരണഘടനാപരമായ സ്വയം നിർണ്ണയാവകാശമാണ് തമിഴ്നാട് ആവശ്യപ്പെടുന്നത്. അതിനെ സ്വയംഭരണാവകാശം എന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൂടാ. തമിഴ് ഈഴത്തിൻ്റെയും മറ്റും ചരിത്രവും ദ്രാവിഡ പ്രത്യയശാസ്ത്ര ധാരകൾക്ക് അതിനോട് ചരിത്രപരമായ ചായ്വുമെല്ലാം പറഞ്ഞ് വരും ദിവസങ്ങളിൽ അത്തരം വ്യാഖ്യാനങ്ങളും വന്നേക്കും. ഫെഡറൽ അധികാര പരിധികൾക്കുള്ളിൽ നിന്നുള്ള സ്വയം നിർണ്ണയ സ്വാതന്ത്ര്യമാണ് തമിഴ്നാട് ചോദിക്കുന്നത്. കൂടാച്ചി കൊടുപ്പതേ ഇന്ത്യാവിൻ വലിമൈ എന്ന് സ്റ്റാലിൻ പറയുന്നു. ഫെഡറലിസമാണ് ഇന്ത്യയുടെ ശക്തി എന്നർത്ഥം. ആ ഭരണഘടനാപരമായ രാഷ്ട്രീയത്തെ RDX അഭിവാദ്യം ചെയ്യുന്നു. കാരണം ഇന്ത്യ എന്ന പല ശിഖരങ്ങളുള്ള മഹാശാഖയുടെ അടിവേരാണത്.